അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. പ്രിയമുള്ളവരെ, നമ്മുടെ നിയമ സംവിധാനം അഥവാ ജുഡീഷ്യറി, പോലീസ്, അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാർ, ഇവരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ നിയമ സംവിധാനം പഴയ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ ഇഷ്ടാനുസരണം ഇന്ത്യക്കാരെ അവരുടെ ചൊൽപ്പടിയിൽ നിർത്തുവാനും അധികാരത്തെ ഉപയോഗപ്പെടുത്തി അന്യായമായി ശിക്ഷിക്കപ്പെടാനും ഉണ്ടാക്കിയ നിയമ സംവിധാനത്തിൽ കാര്യമായ മാറ്റം വരുത്താതെ ഇന്നും അതിൻ്റെ ബേസ്മെൻറ്റ് കാര്യമായി മാറ്റിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വിപരീതമായി നിയമ സംവിധാനം വെച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ശിക്ഷിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ക്രിമിനലുകൾ അഥവാ അക്രമികൾ അല്ലെങ്കിൽ കാഫിരികൾ, അത്തരം ആളുകൾക്ക് ഇന്ത്യൻ നിയമം പഴുതുണ്ടാക്കി രക്ഷപ്പെടാനുള്ള സാഹചര്യവും കോടതി വരാന്തയിൽ നിർദ്ധരരായ, കഴിവില്ലാത്ത, അധികാര സ്വാധീനമില്ലാത്ത, സാമ്പത്തിക സോഴ്സുകളില്ലാത്ത, മറ്റുള്ളവരുടെ സ്വാധീനങ്ങളാൽ സഹായമില്ലാത്ത നിസ്സഹായരായ ജനങ്ങൾ 90% ഉണ്ടാവുകയും എന്നാൽ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടവർ വഴിവിട്ടുകൊണ്ട് ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥ മേധാവികളും സാമ്പത്തിക സോഴ്സുള്ളവരും അധികാര സോഴ്സുള്ളവരുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു ശൃംഖല ഉണ്ടാക്കി സാധാരണക്കാരായ ആളുകൾക്ക് നിയമമെന്നും മറ്റുള്ളവർക്ക് പരിരക്ഷ എന്നും എന്ന നിലയിലേക്ക് നമ്മുടെ നിയമ സംവിധാനം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു പൗരൻ, അത് സാധാരണക്കാരനായാലും ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും ഭരണശിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളായാലും ഉദ്യോഗസ്ഥ മേഖലയിലുള്ള ആളായാലും നിയമ സംവിധാനം എല്ലാവർക്കും തുല്യമായിരിക്കണം, നീതി സംവിധാനവും തുല്യമായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു രാജ്യത്തെ നിയമ സംവിധാനത്തോടും ആ രാജ്യത്തോടും നന്മയും കൂറും സ്വാഭാവികമായി ഉണ്ടാവുക. അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ഏതൊരു സാധാരണക്കാരനും അക്രമിയാവാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ പ്രവണത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇന്ന് മുതൽ പുതിയ സംവിധാനത്തിലേക്ക് ഞാൻ ഈ പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങൾ നീങ്ങുക. കാരണം എല്ലാ ഭരണശിരാ കേന്ദ്രങ്ങളും നിയമ സംവിധാനങ്ങളും ഭരണകർത്താക്കളും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ പ്രോട്ടോക്കോൾ പ്രകാരം എൻ്റെ താഴെയായതുകൊണ്ട് ദൈവിക നിയമത്തിന് പരിരക്ഷ കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും എതിരെയുള്ള നിയമ സംവിധാനത്തെ നാം മാറ്റി എഴുതുകയും അത് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക നിയമങ്ങൾക്ക് നാം മുൻഗണന കൊടുക്കുക. ഒരു പ്രശ്നമുണ്ടായാൽ
നാം അവിടെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം മാർഗമല്ല നിയമ സംവിധാനത്തിലേക്ക് എടുക്കുന്നത് ലക്ഷ്യമാണ്. ഉദാഹരണം, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ആ ആക്സിഡൻറ്റ് ആയ ആളെ യാതൊരു കാരണമോ യാതൊരു പരിചയമോ ഇല്ലാത്ത ആൾ അയാൾക്ക് വേണ്ട എല്ലാ പരിരക്ഷയും കൊടുത്തുകൊണ്ട് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആ സമയത്ത് അയാൾ മരണപ്പെട്ടു. ആര്? ഈ ആക്സിഡൻറ്റ് ആയ ആൾ മരണപ്പെട്ടാൽ കൊണ്ടുപോയ അയാൾ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ് അയാളെ കൊണ്ടുപോകുന്നത്, ജീവൻ രക്ഷിക്കാനാണ്. പിന്നീട് ഈ യാത്രാമധ്യേ കൊണ്ടുപോയ ആളാണ് ഇതിനെ പ്രതി അല്ലെങ്കിൽ അയാളാണ് കുറ്റവാളി എന്ന നിലക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം മാറിക്കഴിഞ്ഞാൽ അത് വലിയ വിപത്താണ്. അതുപോലെ ഒരാൾ വെള്ളം കൊടുത്തു, പിന്നിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളും ഈ വ്യക്തിയെ ജയിലിലടക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി ആ വെള്ളം കൊടുക്കുന്നതിനെ തടുക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിനെ തടുക്കുക. അതുപോലെ തന്നെ ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പരിചരിക്കപ്പെടുമ്പോൾ ആ ഡോക്ടറെ നാം ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആധികാരികമായി നമ്മുടെ ഭരണ സംവിധാനത്തെയോ അധികാരത്തെയോ സാമ്പത്തിക ബലത്തെയോ ഉപയോഗപ്പെടുത്തി ആ ജീവൻ രക്ഷിക്കുന്നതിൽ നിന്ന് തടയുക. അതുപോലെ ഒരു യാത്രാമധ്യേ ഒരു ആംബുലൻസ് കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇന്ത്യയുടെ വലിയ സൈന്യാധിപനായിക്കോട്ടെ, അവരെ തടഞ്ഞുകൊണ്ട് ആ യാത്രാമധ്യേ ഈ ജീവൻ ബലി കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പോലീസ് മറ്റു അധികാരികൾ വഴി തുറന്നു കൊടുത്താൽ അവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണോ ഈ ആംബുലൻസിനെ ഈ രോഗിയെ തടഞ്ഞു വെച്ചത് അവർക്കാണ് അതിൻ്റെ ശിക്ഷയുണ്ടാവുക. അതുപോലെ തന്നെ അന്യായമായി നാം റോഡ് പണിയെടുത്ത് ആ റോഡിലുണ്ടാകുന്ന വീഴ്ച മൂലം മരണം സംഭവിച്ചാൽ ആ മരണത്തിന് ഉത്തരവാദി ആ പണിയെടുത്ത കോൺട്രാക്ടറും ആ പണി കൊടുത്ത അവരെ പണി ഏൽപ്പിച്ച ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമാണ്. അങ്ങനെ നമ്മുടെ നിയമ സംവിധാനത്തെ എഴുതുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.